റിസീവറും കയ്യിൽ പിടിച്ചുകൊണ്ട് മധു ആ നിൽപ്പ് നിമിഷങ്ങളോളം നിന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾക്കൊരു രൂപവുമുണ്ടായിരുന്നില്ല. ഡെമോക്ലീസിൻ്റെ വാൾ പോലെ മരണം തൻ്റെ മുകളിൽ ഖഡ്ഗവുമായി കാത്തിരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. സാർ, എന്തുപറ്റി സാർ? മുൻപിലത്തെ പോലെ തന്നെ ബയറർ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. വാസ്തവത്തിൽ അപ്പോഴാണ് മധുവിന് പരിസരബോധമുണ്ടായത്. ഇല്ല, ഒന്നുമില്ല. റിസീവർ ക്രാഡിലേക്കിട്ടിട്ട് അയാൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആ മറുപടി കൊണ്ട് ബയറർ തൃപ്തനായിട്ടില്ലെന്ന് ആ മുഖം വ്യക്തമാക്കി. വീണ്ടും ഒരു ചോദ്യം കൂടി അയാൾ ചോദിക്കുന്നതിന് മുൻപ് മധു ഗ്രീൻ റൂമിലേക്ക് നടത്തം മന്ദഗതിയിലാക്കി. അജ്ഞാതനായ ആ മനുഷ്യൻ്റെ ശബ്ദം, ആജ്ഞ, ഭീഷണി അയാളുടെ മനസ്സിൽ കിടന്ന് വീർപ്പ് മുട്ടി. ഒരു ഗർജനം പോലെ അത് മനസ്സിൻ്റെ ലോലഭിത്തികളിൽ തട്ടി വേദനിപ്പിക്കുകയാണ്. ഒന്നുകൂടി പറയുന്നു, റിസീവർ വെച്ചിട്ട് നീ തിരിച്ച് ആ പെണ്ണിൻ്റെ സമീപത്തേക്ക് ചെന്നാൽ അവളുടെ മുൻപിൽ കിടന്ന് നീ പിടയ്ക്കും. നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ സന്ദർഭമാണിത്. ഗുഡ് ലക്ക്. നിമിഷങ്ങൾ കൊണ്ട് അയാൾ വിയർത്തു. രോമകൂപങ്ങളിലൂടെ വിയർപ്പ് ചാലുകൾ ഒഴുകുകയാണ്. തൻ്റെ ചുറ്റും സർപ്പങ്ങൾ ഇഴയുന്നത് പോലെ അയാൾക്ക് തോന്നി. ഭിത്തികൾ ഇളകി ചലിക്കുന്നത് പോലെയും മേൽത്തട്ടിലെ ദീപമാലകൾ കറങ്ങി തിരിയുന്നത് പോലെയും പിന്നിൽ നിന്നും ഒരു കാൽപ്പെരുമാറ്റം അടുത്തു വരുന്നത് പോലെ മധുവിന് തോന്നി. പെട്ടെന്ന് അയാൾ ഞെട്ടിത്തിരിഞ്ഞ് അവിടേക്ക് നോക്കി. കണ്ണുകൾ തുറച്ചിരുന്നു. ശ്വാസം ദ്രുതഗതിയിലായിരുന്നു. ഇല്ല, ഒന്നുമില്ല. ബയററും റിസപ്ഷനിസ്റ്റും മാത്രം അയാളുടെ ഭ്രാന്തമായ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് നിശ്ചലരായും അത്ഭുതസ്തബ്ധരായും നിൽപ്പുണ്ട്. അയാൾ ഭീതിദായകമായ കണ്ണുകൾ തിരിച്ച് ചുറ്റും നോക്കി. എങ്ങും നിശബ്ദം, നിശ്ചലം. മറ്റാരും തൻ്റെ ഭ്രാന്തമായ പെരുമാറ്റം ശ്രദ്ധിച്ചില്ലെന്ന് ബോധ്യം വന്നപ്പോൾ, അപകടത്തിൻ്റെ സൂചനയൊന്നും കാണുന്നില്ലെന്ന് തോന്നിയപ്പോൾ അയാൾ ഒന്ന് നിശ്വസിച്ചു. ഡോർ തുറന്ന് ഹാളിലേക്ക് കടക്കുമ്പോഴും മധുവിൻ്റെ മനസ്സിൽ ആ ശബ്ദം മുഴങ്ങി. അയാൾ ഹാളിലുണ്ടായിരുന്ന എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി. അവരിൽ ഡിറ്റക്റ്റീവ് ടൈംസും സുഹൃത്തും ഉണ്ടായിരുന്നില്ല, അഥവാ അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർ തന്നെ കൊലയ്ക്ക് കൊടുക്കാനായി ഇവിടേക്ക് പറഞ്ഞു വിടുകയായിരുന്നോ? മധുവിന് വല്ലാത്ത നിരാശ തോന്നി. അയാൾ തൻ്റെ മേശയിലേക്ക് നോക്കി. അവിടെ മല്ലിക തനിച്ചിരിപ്പുണ്ടായിരുന്നു. അവൾ ശിരസ് കുനിച്ച് ഒരു ഏകാകിനിയെപ്പോലെ തണുത്ത ബിയർ നുണഞ്ഞിറക്കുന്നു. അവൾ ശിരസ്സുയർത്തി നോക്കിയപ്പോൾ മധുവിനെ കണ്ടു. ആ വിടർന്ന് തിളങ്ങുന്ന കണ്ണുകളിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. ആ കസ്തൂരി മാൻമിഴികൾ മലർച്ചരമെയ്തു. ഉമർ ഖയ്യാമിൻ്റെ കവിത പോലെയുള്ള തുടുത്ത അധരങ്ങളിൽ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി മുട്ടിട്ടു. അയാൾ എല്ലാം മറന്ന് അവളുടെ സമീപത്തെത്തി. ആരായിരുന്നു? അവൾ സാവധാനം ചോദിച്ചു. ഒരു സുഹൃത്ത്. അയാൾ ഭാവവ്യത്യാസം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മല്ലികയ്ക്കത് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. എങ്കിലും അവൾ പിന്നെയൊന്നും ചോദിച്ചില്ല. അതുതന്നെ അപ്പോഴയാൾക്ക് ഒരാശ്വാസമായിരുന്നു. എന്തൊക്കെയോ തട്ടിത്തകർക്കണമെന്നും തച്ചുടയ്ക്കണമെന്നും മധുവിന് തോന്നി. അന്തരംഗത്തിൻ്റെ നിഗൂഢതകളിലെവിടെയോ ഇരുന്ന് ഭീകരനായ ആ ക്രൂരൻ ചോദിക്കുന്നത് അയാൾ കേട്ടു. വിഡ്ഢി, നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. നീ അറിയുമോ എന്നെ? നിൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ആജ്ഞ നീ അനുസരിച്ചില്ല. നോക്ക്, നീ എൻ്റെ തോക്കിൻ കുഴലിന് മുൻപിലാണ്. ആ പെണ്ണിൻ്റെ മുൻപിൽ പിടിഞ്ഞു വീഴാതിരിക്കണമെങ്കിൽ നീ എന്നെ മര്യാദയ്ക്ക് അനുസരിച്ചോ? വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മധു. ആ ഭീകരമായ ഭീഷണി അയാളുടെ മനസ്സിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മുഴങ്ങി വീണ്ടും വീണ്ടും. ഇല്ല, മരിച്ചാലും ഞാനത് ചെയ്യില്ല. മധു ചിന്തിച്ചത് ശബ്ദമായി പുറത്തു വന്നത് അയാൾ അറിഞ്ഞില്ല. മധു, എന്താണിത്? എന്തു പറ്റി? മല്ലിക ചോദിച്ചു. അയാൾ തലയുയർത്തി അവളെ നോക്കി. ആ കണ്ണുകളിൽ സംശയത്തിൻ്റെ ലാഞ്ചന അയാൾ കണ്ടു. എന്തു പറ്റി? ആകെ പതറിയിരിക്കുന്നല്ലോ. മധു ആകെ അസ്വസ്ഥനാണല്ലോ. ഇല്ല, എനിക്കൊന്നുമില്ല, അയാൾ പെട്ടെന്ന് പറഞ്ഞു. ഉണ്ട്, എന്തോ ഉണ്ട്. എന്തായാലും എന്നോട് പറയാൻ മേലേ? എന്നെ ഇപ്പോഴും ഒരന്യായിട്ടാണോ മധു കാണുന്നത്? അവൾ വിനീതമായ സ്വരത്തിൽ ചോദിച്ചു. പക്ഷേ അത് മധുവിൽ വിപരീത ഫലമാണ് ഉളവാക്കിയത്. അയാൾ കോപത്തോടെ തീപാറുന്ന കണ്ണുകളോടെ അവളെ നോക്കി. യു ഷട്ടപ്പ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ബിയർ കുപ്പികളും ഗ്ലാസുകളും തച്ചുടിച്ച് മൃഗീയമായി ഒന്ന് അട്ടഹസിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ താൻ വീർപ്പ് മുട്ടുന്ന വികാരങ്ങളുടെ വേലിയാറ്റത്തിൽ ഒരു ഭ്രാന്തനായി മാറുമെന്ന് അയാൾ ഭയന്നു. മധുവിലുണ്ടായ ആ മാറ്റം മല്ലികയെ അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു. അയാളുടെ നോട്ടം അവളുടെ കരങ്ങളിൽ ഒരമ്പ് പോലെ വന്നു തറച്ചു. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൾ ധൈര്യം അവലംബിക്കാൻ ശ്രമിച്ചു. താനൊരു കൊച്ചു കുട്ടിയൊന്നുമല്ല. ഇപ്പോഴേ ചഞ്ചലചിത്തയും ഭീരുവുമായാൽ ഉത്തരവാദിത്തങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ തൻ്റെ ചുമലിലാകുമ്പോൾ തളർന്നു പോവുകയില്ലേ? പാടില്ല, താൻ തളരരുത്. മധുവിന് കാര്യമായ എന്തോ തകരാറുണ്ട്. അത് ആ ടെലിഫോൺ സന്ദേശത്തിന് ശേഷമാണ്. രാവും പകലും പോലെ ആൾ മാറിയിരിക്കുന്നു. ഒന്നും തന്നിൽ നിന്നും ഒളിച്ചു വെച്ചിട്ടില്ലാത്ത, എപ്പോഴും തന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച ആ മനുഷ്യൻ്റെ വാക്കുകൾ പരുഷമായി. എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് മധു. ആ ടെലിഫോൺ ചെയ്തത് ആരായിരുന്നു? അയാൾ എന്താണ് പറഞ്ഞത്? അല്പം കഴിഞ്ഞപ്പോൾ മല്ലിക സാവധാനം ചോദിച്ചു. ആ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്ന മധുവിന് അവളോട് പരുഷമായി സംസാരിച്ചതിൽ വേദന തോന്നി.
അവളൊരു ദേവതയാണ്. അവളെ തട്ടിയെടുക്കാൻ ഏതൊരാവണം ശ്രമിക്കുന്നു. അതിന് അവളെന്ത് പിഴച്ചു? ആരാണെന്ന് എനിക്കറിയില്ല, അയാൾ പതുക്കെ മന്ത്രിക്കുന്ന മട്ടിൽ പറഞ്ഞു. ആ രാമദാസ് അല്ലെന്ന് എനിക്കുറപ്പുണ്ട്. അയാളുടെ സംസാരത്തിൻ്റെ രീതിയൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ നേരെ ഒരു കൈത്തോക്ക് തീ തുപ്പാൻ തയ്യാറായി നിൽപ്പുണ്ടെന്ന് അയാൾ പറഞ്ഞത്. അത് നിന്നെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും ഞാൻ മരിച്ചു വീഴാം. മൈ ഗോഡ്, അവൾ അറിയാതെ വിളിച്ചുപോയി. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്നും പോകാം മധു, അല്ലെങ്കിൽ അവർ എന്നെ കൂടി കൊന്നുകളയട്ടെ. ഞാനാകെ തളർന്നിരിക്കുന്നു മല്ലികെ. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശത്രു ആരാണെന്ന് ഒരു സംശയമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവനെ അരിപ്പ പോലെ തുളച്ചു കളഞ്ഞേനെ. എൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ട്, പക്ഷേ എല്ലാ ആയുധങ്ങളും ഇവിടെ ബലഹീനമാണ്. ഞാൻ തൻ്റെ ഇടമില്ലാത്തവനാണെന്ന് നീ കരുതുമായിരിക്കും. പറയൂ, ഞാൻ എന്ത് ചെയ്യണം? തലയ്ക്കകത്തിരുന്ന് വണ്ടുകൾ മൂളുന്നത് പോലെ തോന്നുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുമോ എന്ന് തന്നെ ഞാൻ ഭയപ്പെടുന്നു. ഇല്ല മധു, വൃഥ ചിന്തിച്ച് മനസ്സിൽ ഭാരം നിറയ്ക്കുകയാണ്. വരൂ, നമുക്ക് പോകാം. മധുവിന് വിശ്രമമാണിപ്പോൾ ആവശ്യം. അയാൾ മല്ലികയോടൊപ്പം പുറത്തേക്ക് നടന്നു. മറ്റാരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും മദ്യത്തിൻ്റെ ലഹരിയിൽ നൃത്തം ചെയ്യുന്ന അങ്കനയുടെ അംഗങ്ങളിൽ കണ്ണുകൾ നട്ടിരിക്കുകയാണ്. ഇത്തവണ മല്ലിക ഡ്രൈവർ കുട്ടപ്പനെ കൂടി കൊണ്ടുവന്നിരുന്നു. ആ കുറ്റാന്വേഷകർ നമ്മെ പറ്റിക്കുകയായിരുന്നു. അവരിവിടെയെങ്ങുമില്ല. ഡെവിൾസ്. മധു കാറിൽ കയറി ഡോറടയ്ക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അയാൾ ഇറങ്ങി വന്നു. മോളെ, ഞാനൊരു ഭീരുവൊന്നുമല്ല. ഞാൻ മരിക്കുകയാണെങ്കിലും അത് നിനക്ക് വേണ്ടിയായിരിക്കും. മധു അവളെ ചേർത്ത് നിർത്തി ആ തുടുത്ത അതിരങ്ങളിൽ ചുംബിച്ചു. മല്ലികയും അതിൽ ലയിച്ചു ചേർന്നു. സമീപത്ത് ഡ്രൈവറുണ്ടെന്ന ചിന്തയെ അവർക്കുണ്ടായിരുന്നില്ല. ഗുഡ് നൈറ്റ്. മധു കാറിൽ കയറി ഓടിച്ചു പോയി. മഞ്ഞ് താഴ്വരകളിൽ നിന്നും മേഘങ്ങളെപ്പോലെ പടർന്നു കയറുന്നുണ്ടായിരുന്നു. ഇറക്കമിറങ്ങുമ്പോഴാണത് സംഭവിച്ചത്. മധു ബ്രേക്ക് ചവിട്ടി നോക്കി. ഇല്ല, അല്പം പോലുമില്ല. മധു ചുറ്റും നോക്കി. അയാളാകെ വിയർത്ത് കുളിച്ചിരുന്നു. മൊട്ടക്കുന്നിനെ ചുറ്റി കാർ പായുകയാണ്. മഞ്ഞിനിടയിലേക്ക് ഒരസ്ത്രം പോലെ അത് തുളഞ്ഞു കയറി. പെട്ടെന്നത് തിട്ടിയിലിടിച്ചു. പിന്നെ തെറിച്ചു താഴേക്ക് ഉരുണ്ടുപോയി. തൻ്റെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ചാരിക്കിടന്ന മല്ലികയ്ക്ക് മധുവിൻ്റെ കാറിലെ വെളിച്ചം പാഞ്ഞു പോകുന്നത് കാണാമായിരുന്നു. ഒരു കൊള്ളിമീൻ പോലെ. പെട്ടെന്നത് അപ്രത്യക്ഷമായി. മല്ലികയുടെ കാർ ഒരു വളവെടുക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. മധുവിൻ്റെ കാർ അപ്രത്യക്ഷമായ ഭാഗത്ത് താഴ്വരയിൽ ഒരു സ്ഫോടനം. ഇരുളിൽ അഗ്നിസ്ഫുലിംഗങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് അവൾ കണ്ടു.